ജ്യോതിർഗമയ അസതോമ സദ്ഗമയ മൃത്യോമ അമൃതം ഗമയ എന്ന ഭാരത മഹർഷിമാരുടെ ദീർഘകാല പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഈശോ എന്നാണ് ഭാരതീയ ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുക. ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് ഈശോ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ഈശോയുടെ പിറന്നാളിനായി ഒരുങ്ങുന്ന ഈ സാഹചര്യത്തിൽ പ്രസിദ്ധ ആംഗ്ലേയ സാഹിത്യകാരനായ സ്റ്റഡസ് കെന്നഡിയുടെ ജീസസ് ക്രൈസ്റ്റ് കെയിം ടു ലണ്ടൻ എന്ന കൊച്ചു കവിതയുടെ സാരസംഗ്രഹമാണ് ഓർമ്മയിൽ വരിക. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തലേ ദിവസം ഉച്ച കഴിഞ്ഞ് ക്രിസ്ത്യാനികൾ തെങ്ങിപ്പാർക്കുന്ന ലണ്ടൻ പട്ടണത്തിൽ ഈശോ വന്ന് നിൽക്കുകയാണ്. എവിടെയും കൊടിത്തോരണങ്ങൾ, നക്ഷത്രങ്ങൾ, അന്തരീക്ഷത്തിലാകെ ക്രിസ്മസ് കേക്കിൻ്റെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു. നഗരം മുഴുവൻ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിരക്കിലാണ്. തങ്ങൾ ആരുടെ പിറന്നാൾ ആഘോഷത്തിനായി തിരക്കിലാണോ ആ യേശുനാഥൻ എല്ലാം വീക്ഷിച്ചുകൊണ്ട് നടപ്പാതയിലൂടെ നടന്നു നീങ്ങിയത് ആരും കണ്ടില്ല. ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ആരും ഈശോയെ മുറിപ്പെടുത്തിയതുമില്ല. ഈ അവഗണന, ഈ ഒറ്റപ്പെടുത്തൽ സഹിക്കാനാവാതെ ഒരു ഭിത്തിയിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഓ മൈ ഫാദർ പ്ലീസ് ഗീവ് മീ കാൽവരി അഗൈൻ. നാഥ, അന്ന് ഞാൻ അവിടെ ഒരു ഹീറോയായിരുന്നു, ഇന്ന് ഞാനിവിടെ ഒരു സീറോയാണ്. അതുകൊണ്ട് നാഥ, എനിക്ക് കാൽവരി തരിക എന്ന് പറഞ്ഞുകൊണ്ട് കവിത അവസാനിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷത്തിനായി ഒരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ ഭിത്തിചാരി നിൽക്കുന്ന ഈശോയെ കാണാൻ സാധിച്ചാൽ, ആശ്രയമറ്റവർക്ക് അഭയമാകുവാൻ സാധിച്ചാൽ, സഹോദരങ്ങൾക്ക് നന്മ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷം സാർത്ഥകമാകും. ഈ എളിയവനിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് ഈശോ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. അർഹിക്കുന്നവർക്ക് അഭയം നൽകിക്കൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷം നമുക്ക് സാർത്ഥകമാക്കാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി.